ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മെയ് അല്ല, ജൂൺ 4-ാം തീയതി വൈകുന്നേരം, വ്യാഴാഴ്ച വൈകുന്നേരം ഇപ്പോൾ 8 മണിയാവാറായിട്ടുണ്ട്. 7:45 കഴിഞ്ഞു. ഇന്ന് അമ്മ ഹോസ്പിറ്റലിലാണ്, പക്ഷേ വളരെ ഭേദമുണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാൻ പറ്റിയില്ല എങ്കിലും അസുഖം മാറിയിട്ടുണ്ട്. ക്ഷീണമുണ്ട്, BP-യുടെ ചിലപ്പോൾ പെട്ടെന്ന് ഹെവി 2 ദിവസം മരുന്ന് രാത്രിയുള്ള കഴിച്ചില്ലായിരുന്നു, ചിലപ്പോൾ അത് കൂടിയതെങ്ങാനും ആയിരിക്കും. എന്തായാലും ഇതിനിടയ്ക്ക് എനിക്കൊരു പനി വന്നു. 2 ദിവസം, ഒരു ദിവസം ആശുപത്രി പോയിട്ട് വന്നപ്പോൾ ഒരു ജലദോഷം വന്നു. അന്ന് രാത്രി തണുത്ത് വിറച്ച് പനിയും പിടിച്ച് കിടപ്പായിരുന്നു. പിറ്റേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റില്ലായിരുന്നു, അപ്പം വേറൊരാളെങ്ങനെ നോക്കും. അങ്ങനെ ഇന്നലെ എന്നിട്ട് ഇതിനിടയ്ക്ക് മുമ്പുള്ള ക്ലിപ്സ് എല്ലാം ഞാൻ കുറച്ച് ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ഫുഡ് കഴിക്കുന്നതൊക്കെ മാത്രം. നമുക്കൊരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും തോന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് പഠിക്കണില്ല. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ടാരോ റീഡിങ് മാത്രം ചെറുതായിട്ട് ഷോർട്സ് ഇങ്ങനെ ഇട്ടിട്ട് പോകണുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇനി നാളെ പറ്റുമെങ്കിൽ പോവാതിരിക്കാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നാളെ പോവാതിരുന്ന് കഴിഞ്ഞാൽ വീടൊന്ന് ക്ലീൻ ചെയ്തിടാൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് ഇട്ടേക്കുന്നേ ഉള്ളൂ. പിന്നെ അടുക്കളയും കിച്ചണും ഒക്കെ, ഹോളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം ചെറുതായിട്ട്. പിന്നെ ഇന്ന് വെയിറ്റ് നോക്കി. ഈ അമ്മ ആശുപത്രിയിൽ പോണതിന് മുമ്പായിട്ട് ഒരു ദിവസം, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇപ്പോൾ വെയിറ്റ് ലോസ് അങ്ങനെ കാര്യമായി ഫോക്കസ് ചെയ്ത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. എന്നാലും നോക്കിയപ്പോൾ 93 ആയിരുന്നു. ഇപ്പോൾ ക്ഷീണവും പനിയും എല്ലാം കൂടെ ആയിട്ട് 90.3 കണ്ടാണ് വെയിറ്റ്. ഞാൻ ഇതിലെവിടെയോ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്, അത് പറ്റുമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ഇന്ന് വെയിറ്റ് നോക്കിയപ്പോൾ, അപ്പോൾ ഇനി ഞാൻ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂട്ടാണ്ട്, അത് സത്യം പറഞ്ഞാൽ ഈ കുറേ ദിവസത്തിനിടയ്ക്ക് പോസിറ്റീവായിട്ട് ഞാൻ കണ്ട ഒരേ ഒരു ഇത് അതാണ്. അപ്പോൾ ഇനി വെയിറ്റ് കൂട്ടാതെ കുറച്ച് വീതം കുറച്ച് കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച്, ബന്നും ചായയൊക്കെയാണ് ഇന്നലെ കഴിച്ചത്. അപ്പോൾ അത് മാത്രം കഴിക്കാൻ പറ്റില്ല. പുഴുങ്ങിയ മുട്ടയോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ച്, പിന്നെ കുറച്ച് പതിയെ ഹെൽത്ത് നോക്കിയായിട്ട് കുറച്ച് വീതം എക്സസൈസും കൂടെ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു 85 എങ്കിലും കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞോളൂ, അതെനിക്കറിയാം. പക്ഷേ 88 ആക്കിയാലും മതി. ആ 90 താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. അതൊരു 2-3 ദിവസത്തിനകത്ത് അതൊന്ന് ആക്കി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും ഫുഡൊന്ന് പിടിച്ചിട്ട് അതൊന്നാക്കി എടുക്കണം. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, പഠിത്തം തൽക്കാലം PSC പഠിക്കാനില്ല, ഒരാഴ്ചയായി നിർത്തി വെച്ചിട്ട്. പിന്നെ ഫുഡൊക്കെ അങ്ങനെ ഇങ്ങനെ ചില നേരം ഉണ്ടാക്കും വീട്ടിൽ, പിന്നെ കടയിൽ നിന്ന് വാങ്ങും, അങ്ങനെയെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ്. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് നാളെ മറ്റന്നാൾ ഡിസ്ചാർജായി വന്നിട്ട് ഫുഡൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, പഠിക്കണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പോലെ ഞാൻ ഇങ്ങനെ വെറുതെ വ്ളോഗ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. എല്ലാം കൂടെ ചേർത്തൊരു വ്ളോഗായിട്ട് ഇടാം. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും ക്ഷീണം കാരണം വയ്യ എനിക്ക്. അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ ഈ വെയിറ്റ് ലോസാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരൊറ്റ ഹാപ്പി കാര്യമായിട്ട് നടന്നേക്കണം. അപ്പോൾ അത് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഏതോ ഒരു ബ്രാൻഡിൻ്റെയാണ്, സ്കീ ഐസ്ക്രീമാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇന്ന് വയ്യായിരുന്നു, എന്നാലും ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് മിസ് ചെയ്യാൻ തോന്നിയില്ല. 50 രൂപയാണ്, അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. എന്നാലും ഒരു കോൺ ഐസ്ക്രീം വാങ്ങി കുടിച്ചു, റെഡ് വെൽവെറ്റ് ഫ്ലേവറിലുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഈ പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന്, ആ പനി ഒന്ന് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തണുപ്പ് കഴിക്കാൻ തോന്നും. അങ്ങനെ ഫ്രൂട്ടിയോ 1-2 കുപ്പി വാങ്ങിച്ചാൽ കുറച്ച് കുടിച്ചു. ചെറിയ ഫ്രൂട്ടി അല്ല, അവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ചെറിയ തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ തണുപ്പൊന്നും വാങ്ങിച്ച് കുടിക്കാൻ പറ്റില്ല. അങ്ങനെ അത് ഒരെണ്ണം വാങ്ങിച്ച് കുടിച്ചു, ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു, അതിനി കുടിക്കണം. അങ്ങനെയൊക്കെയാണ് ഇരിക്കണം. പനി മാറിയില്ല, ചിലപ്പോൾ ഇന്ന് പനിയുടെ ഒരു ഗുളികയും കൂടെ, പനി വലുതായിട്ടില്ല എന്നാലും ചിലപ്പോൾ കഴിക്കേണ്ടി വരും. അതൊക്കെയാണ് അപ്ഡേറ്റ്സ്. അപ്പോൾ ശരി, എന്തായാലും നമുക്കൊരു വ്ളോഗായിട്ടൊക്കെ കാണാം.